പയ്യഴിത്തോട്ടം ഇടവകയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കലാസന്ധ്യ വർണ്ണാഭമാക്കി തീർക്കാൻ ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന്റെ സാരാംശവും സന്ദേശവും ഈ തിരുവചനത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ ഇടവക ദിനാഘോഷത്തിന് തുടക്കം കുറിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഈ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പരിശുദ്ധ അമ്മയോടൊപ്പം കർത്താവിന്റെ മഹത്വം പ്രഘോഷിച്ച് സർവശക്തന്റെ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. നമുക്ക് സ്വാഗതം ചെയ്യാം ലിൻഷ ആൻറ്റിയും. അത്യുന്നതനായ കർത്താവേ, ദൈവമേ, ലോകത്തിന് സമാധാനം കൊണ്ടുവരുന്ന അങ്ങേ ദാസിനെ അയക്കുവാൻ ഇനിയും വൈകരുത്. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, വാഗ്ദാനം ചെയ്ത രക്ഷകനെ ഭൂമിയിലേക്ക് അയക്കണമേ. അങ്ങയുടെ രക്ഷ കണ്ടറിഞ്ഞതിന് ശേഷം മാത്രം മരിക്കാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. ഈ ലക്ഷ്യത്തിനായി എന്റെ ജീവൻ അർപ്പിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദാസിയായി എനിക്ക് നൽകണമേ. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. In
ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, കുടുംബ കൂട്ടായ്മ ഭാരവാഹികളെ, കൈക്കാരന്മാരെ, നാട്ടുകാരെ, പ്രിയ ഇടവകാംഗങ്ങളെ, പയ്യാനിത്തോട്ടം സെന്റ് അൽഫോൻസ ഇടവക കൂട്ടായ്മ ഒരു കുടുംബമായി മുന്നേറുവാൻ തുടങ്ങിയിട്ട് 35 വർഷങ്ങൾ പിന്നിടുന്ന ഈ വേളയിൽ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കാനും പങ്കുവയ്ക്കാനുമായി നാം ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. മർത്തോമ ക്രിസ്ത്യാനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന വിശുദ്ധ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും ഒക്കെയുണ്ട്. ഇവ തെല്ലും നഷ്ടപ്പെടാതെ അടുത്ത തലമുറയ്ക്കായി പകർന്നു നൽകുവാൻ കുടുംബ കൂട്ടായ്മയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കലാസന്ധ്യ കർമ്മ നിബദ്ധമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ സഭകളും അതിൻ്റെതായ തനിമയിൽ വളരട്ടെ. വൈവിധ്യങ്ങളിലെ രസം, വൈവിധ്യങ്ങളിലെ സമ്പന്നത, വൈവിധ്യങ്ങളിലെ സൗന്ദര്യം, അതാണ് വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഈ പഞ്ചവാദ്യങ്ങൾ ഒരേ താളത്തിൽ ഒരേ ക്രമത്തിൽ ഒന്ന് മറ്റൊന്നിനു മേൽ ആവാതിരിക്കാൻ തക്ക വിധത്തിൽ നിയന്ത്രണ വിധേയമാക്കപ്പെട്ട് അവതരിപ്പിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ഇടവക മുഴുവൻ ഒരു കലാസന്ധിയായി തീരുന്നത്. കലാപസന്ധിയല്ല, കലാസന്ധിയായി തീരുക. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഈ വർഷത്തെ കലാസന്ധ്യ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. മക്കളെ, നിങ്ങൾ എന്തെടുക്കുകയാണ്? മാമൻ പയ്യാലിക്കുന്നിലേക്ക് പോവുകയാണ്. എങ്കിൽ ഞങ്ങളും അങ്ങയോടൊപ്പം പയ്യാലിക്കുന്നിലേക്ക് വരട്ടെ. വന്നോളൂ മക്കളെ, വന്നോളൂ. എല്ലാവരും സൂക്ഷിച്ച് നടക്കണേ, തട്ടി വീഴരുതേ. മക്കളെ, അതാണ് പയ്യാനിക്കുന്നു. അങ്ങ് മുകളിലേക്ക് നോക്കൂ. അവിടെ മനോഹരമായ ഒരു ദൈവാലയമുണ്ട്. നമുക്ക് ആ ദൈവാലയത്തിലേക്ക് പോകാം. ആ ദൈവാലയത്തിൽ കയറി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുശേഷം മുറ്റത്തിരുന്ന് മാമൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. വരൂ, എല്ലാവരും വരൂ. മക്കളെ, എല്ലാവരും മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കും. ഇത് വിശുദ്ധ അൽഫോൻസാമയുടെ നാമത്തിലുള്ള ദൈവാലയമാണ്. മക്കളെ, നമുക്ക് കുറച്ചു നേരം ഈ പുൽത്തകിടിയിൽ ഇരിക്കാം. മാമ, ഈ പ്രദേശത്തിന് പയ്യാനിത്തോട്ടം എന്ന പേര് എങ്ങനെയാണ് വന്നത്? മക്കളെ, പയ്യാനി എന്ന് പേരുള്ള ഒരു മരം ഈ പ്രദേശത്ത് പണ്ട് ധാരാളമായി വളർന്നിരുന്നു. അതിനാലാണ് ഈ പ്രദേശം പയ്യാനിത്തോട്ടം എന്നറിയപ്പെടാൻ തുടങ്ങിയത്.
ഇതിന്റെ ചുറ്റുപാടും ധാരാളം മലനിരകളുണ്ടല്ലോ. ഏതാണ് ആ മലനിരകൾ? നിങ്ങൾ അവിടെ കാണുന്ന ആ മലനിരകൾക്ക് ഓരോ പേരുകളുണ്ട്. കുളവിക്കൂടൻ, കുട്ടൻമല, ആലത്താനം, വണ്ടൻപ്ലാവ്, വെള്ളാപ്പാറ എന്നീ മലനിരകളാണവ. ആ മലനിരകളുടെ താഴ്വാരത്താണ് ഈ മനോഹരമായ ദൈവാലയം. മാമ, പണ്ടു മുതൽക്കേ തന്നെ ഇവിടെ ഈ ദേവാലയം ഉണ്ടായിരുന്നോ? ഇല്ല മക്കളെ, ആദ്യകാലങ്ങളിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ അരുവിത്തുറപ്പള്ളിയിലാണ് പ്രാർത്ഥിക്കാൻ പോയിരുന്നത്. പിന്നീട് ഇവിടെ നിന്നും 2 കിലോമീറ്റർ അകലെയുള്ള പൂഞ്ഞാർ എന്ന സ്ഥലത്ത് ഒരു പള്ളി സ്ഥാപിതമായി. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ പൂഞ്ഞാർ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. 1987 പയ്യാലിത്തോട്ടത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കുവാൻ അന്നത്തെ പൂഞ്ഞാർപ്പള്ളി വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട അബ്രഹാം കണിയാമ്പടിക്കലും അസിസ്റ്റന്റ് വികാരി ബഹുമാനപ്പെട്ട സൈറസ് വേലമ്പറമ്പി അച്ഛനും പ്രതിനിധി യോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത്. അപ്പോൾ ഈ പള്ളി 1987 മാമ പണിതത്? 1988 ഓഗസ്റ്റ് 19 പള്ളിപ്പണി പൂർത്തിയാക്കി വെഞ്ചരിച്ചു. പുതിയ ദൈവാലയത്തിന് ഭാരതത്തിലെ ആദ്യ വിശുദ്ധയായ അൽഫോൻസാമയുടെ പേര് നൽകുവാനും തീരുമാനിച്ചു. 1989 പൂഞ്ഞാർപ്പള്ളി അസിസ്റ്റന്റ് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചനെ പയ്യാലിത്തോട്ടം കുരിശുപള്ളിയിൽ സ്ഥിരമായി നിയമിച്ചു. മാമ, നമ്മുടെ ഈ ദേവാലയത്തിൽ എന്നു മുതലാണ് വേദപാഠ ക്ലാസുകൾ ആരംഭിച്ചത്? 1989 ബഹുമാനപ്പെട്ട ജോർജ് വർഗീസ് ഞാറക്കുന്നേലച്ചൻ സ്ഥിരമായി പയ്യാനിത്തോട്ടം പള്ളിയിൽ എത്തിയത് മുതൽ 1 മുതൽ 3 വരെ ക്ലാസുകളിൽ ആയി വേദപാഠ ക്ലാസുകൾ ആരംഭിച്ചു. മാമ, അപ്പോൾ നമ്മുടെ പള്ളി ആദ്യം കുരിശുപള്ളിയായാണ് സ്ഥാപിക്കപ്പെട്ടത് അല്ലേ? എന്നാണ് നമ്മൾ ഒരു ഇടവകയായി മാറിയത്? 1992 ഓഗസ്റ്റ് മാസം 2-ാം തീയതി പ്രതിനിധി യോഗം ചേർന്ന അഭിവന്യ പിതാവിന്റെ മുൻപാകെ പയ്യാനിത്തോട്ടം കുരിശുപള്ളിയുടെ അതിർത്തി നിശ്ചയിച്ച് ഈ പള്ളിയെ ഒരു ഇടവകയാക്കി ഉയർത്തണമെന്ന് അപേക്ഷ സമർപ്പിച്ചു. 1993 സെപ്റ്റംബർ 14-ാം തീയതി വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം അഭിവന്യ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവ് നമ്മുടെ ഈ കുരിശുപള്ളിയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തി. ആ സമയത്ത് നമ്മുടെ ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മാത്യു വാഴക്കാപ്പാറയച്ചൻ ആയിരുന്നു. അപ്പോൾ മാമ, ആദ്യം പറഞ്ഞ ഞാറക്കുന്നേലച്ചൻ ഇവിടെ നിന്നും സ്ഥലം മാറി പോയിരുന്നോ? അതെ, 1993 ഫെബ്രുവരി മാസത്തിൽ ഞാറക്കുന്നേലച്ചൻ സ്ഥലം മാറി പോവുകയും മാത്യു വാഴക്കാപ്പാറയച്ചൻ നമ്മുടെ പള്ളിയിൽ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. മാമ, തുടക്കത്തിൽ നമ്മുടെ പള്ളിയിൽ 3-ാം ക്ലാസ് വരെയല്ലേ വേദപാഠ ക്ലാസുകൾ ഉണ്ടായിരുന്നുള്ളൂ? അതെ, ആദ്യം നമ്മുടെ ദേവാലയത്തിൽ 1 മുതൽ 3 വരെ ക്ലാസുകൾക്ക് വേദപാഠത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1992 ജൂൺ മാസം മുതലാണ് 1 മുതൽ 12 വരെയുള്ള വേദപാഠ ക്ലാസുകൾ ഇവിടെ ആരംഭിച്ചത്. 2007 പാലാരൂപതയിലെ ബെസ്റ്റ് സൺഡേ സ്കൂളായി നമ്മുടെ സൺഡേ സ്കൂൾ തിരഞ്ഞെടുക്കപ്പെട്ടു. മാമ, അക്കാലത്ത് ഇന്നുള്ളതുപോലെ നമ്മുടെ ഈ റോഡിലൂടെ ധാരാളം ബസ്സുകൾ ഉണ്ടായിരുന്നു? ഇല്ല മക്കളെ, ഇന്ന് കാണുന്നത് പോലുള്ള യാതൊരുവിധ യാത്രാ സൗകര്യങ്ങളും അന്ന് ഇല്ലായിരുന്നു. ഈ റോഡ് കുണ്ടും കുഴിയും കല്ലും നിറഞ്ഞ ഒന്നായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ആൾക്കാർ യാത്ര ചെയ്തിരുന്നത്. വിദ്യാഭ്യാസത്തിനായി കുട്ടികൾ ഗോവേന്ദ്ര സ്കൂളിലും പനച്ചികപ്പാറ സ്കൂളിലുമായിരുന്നു അക്കാലത്ത് പോയിരുന്നത്.
ഇവിടെ ഇല്ലായിരുന്നോ? ഇല്ല മക്കളെ, നമ്മുടെ ഇടവകയിൽ 1995 പള്ളിഭാഗ കെട്ടിടത്തിൽ ഒരു നഴ്സറി സ്കൂൾ ആരംഭിച്ചു. 6 കുട്ടികളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. പയ്യാനി മാമ, ഈ വാഴക്കാപ്പാറയച്ചൻ എത്ര നാൾ നമ്മുടെ ഇടവകയിൽ സേവനം ചെയ്തു? മാത്യു വാഴക്കാപ്പാറയച്ചൻ 1993 മുതൽ 1997 ഫെബ്രുവരി വരെ നമ്മുടെ ദേവാലയത്തിൽ സേവനം ചെയ്തു. അതിനുശേഷം ബഹുമാനപ്പെട്ട ജോസ് മുളഞ്ഞനാൽ അച്ഛനാണ് നമ്മുടെ ഇടവക വികാരിയായി വന്നത്. മാമ, നമ്മുടെ ഇടവകയിൽ പ്രവർത്തിക്കുന്ന ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് എന്നു മുതലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്? 2002 ബഹുമാനപ്പെട്ട ജോസ് മുളഞ്ഞനാലച്ചൻ സ്ഥലം മാറിപ്പോയി. അദ്ദേഹത്തിന് പകരമായി ബഹുമാനപ്പെട്ട അബ്രഹാം കുപ്പപ്പുഴയച്ചനാണ് പുതിയ വികാരിയായി നമ്മുടെ ഇടവകയിൽ എത്തിച്ചേർന്നത്. ബഹുമാനപ്പെട്ട അബ്രഹാം കുപ്പപ്പുഴയച്ചന്റെ കാലത്താണ് ഹോളി സ്പിരിറ്റ് ഗവൺമെന്റ് പയ്യാനിത്തോട്ടത്തിൽ സ്ഥാപിതമായത്. ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2003 മെയ് 19 ഹോളി സ്പിരിറ്റ് ഗവൺമെന്റ് സ്ഥാപിച്ചതെന്ന് തോന്നുന്നു. മാമ, അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഇടവകയിൽ സിസ്റ്റേഴ്സ് സേവനം ചെയ്തിരുന്നില്ലേ? ഉണ്ടായിരുന്നു മക്കളെ. പയ്യാനിത്തോട്ടം പള്ളിയുടെ ആരംഭകാലം മുതൽ കോവേന്ദ്ര FCC മഠത്തിൽ നിന്നും സിസ്റ്റേഴ്സ് ഇവിടെ വന്ന എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് വേദപാഠ ക്ലാസ്സുകളിൽ നമ്മെ സഹായിച്ചിരുന്നു. ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് ഇവിടെ എത്തിയ ഉടനെ സ്ഥാപിച്ചതാണ് ഈ കാണുന്ന മനോഹരമായ സ്കൂൾ. 2003 ഓഗസ്റ്റ് 23 ഹോളി സ്പിരിറ്റ് പബ്ലിക് സ്കൂളിന്റെ അടിസ്ഥാന ശില ആശീർവദിച്ച് സ്ഥാപിച്ചത്. ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായതോടെ പയ്യാനിത്തോട്ടത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയിൽ നല്ല മികവ് പുലർത്തുവാൻ സാധിക്കുന്നുണ്ട്. മാമ, ഞങ്ങൾ ഈ സ്കൂളിൽ പഠിക്കുന്നവരാണ്. ഞങ്ങൾ കുറെ പേർ കോവേന്ദ്ര സ്കൂളിലാണ് പഠിക്കുന്നത്. പഠനത്തോടൊപ്പം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് നല്ല പരിശീലനം ലഭിക്കുന്നുണ്ട്. ഞങ്ങളൊരു പ്രോഗ്രാം അവതരിപ്പിക്കട്ടെ? ആകട്ടെ മക്കളെ, ആകട്ടെ. മക്കൾ നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കൂ. മാമന് വലിയ സന്തോഷമായി. എല്ലാവരും അവിടെ ഇരിക്കൂ. മാമൻ ഈ കാട്ടിൽ നിന്ന് ശേഖരിച്ച കുറെ പഴങ്ങൾ ഈ സഞ്ചിയിലുണ്ട്. ഞാൻ അത് മക്കൾക്ക് തരാം. മാമ, ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ മനോഹരമായ ദേവാലയം ഇതെന്ന് പണി കഴിപ്പിച്ചതാണ്? ആദ്യം ഉണ്ടായിരുന്ന ഒരു ചെറിയ ദേവാലയമായിരുന്നു. ഇടവക അംഗങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ സ്ഥലപരിമിതി അനുഭവപ്പെട്ടു. അപ്പോൾ ബഹുമാനപ്പെട്ട ജോസഫ് പാണ്ഡ്യാമാക്കലച്ചൻ പുതിയ ദേവാലയം നിർമ്മിക്കാനുള്ള ധനസമാഹരണത്തിന് തുടക്കമിട്ടു.
അതിനുശേഷം വന്ന ജോർജ് കാവുമ്പുറത്തച്ഛന്റെ കാലഘട്ടത്തിലാണ് ദൈവാലയം പണി കഴിപ്പിച്ചത്. മാമ, ഈ ഇടവകയിൽ ആകെ എത്ര അച്ഛന്മാർ പ്രവർത്തിച്ചിട്ടുണ്ട്? ഈ ദേവാലയം ഇടവകയായ ശേഷം 8 അച്ഛന്മാർ ഇവിടെ വികാരിമാരായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഇടവകയിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ജെയിംസ് വെണ്ണായിപ്പള്ളി അച്ഛൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അസുഖബാധിതനായി നമ്മെ പിരിഞ്ഞുപോയി. അച്ഛന്റെ നിര്യാണം ഈ ഇടവക അംഗങ്ങളെ എല്ലാം കണ്ണീരിലാഴ്ത്തി. അതെന്താ മാമ, അവിടെ കുറെ ആളുകൾ കൂടിയിരിക്കുന്നല്ലോ. അവർ എന്തോ മീറ്റിംഗ് കൂടുകയാണല്ലോ. പയ്യാനിത്തോട്ടം ഇടവകയിലെ വിശുദ്ധ അൽഫോൻസാമിയുടെ പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് ഇടവകാംഗങ്ങൾ അവിടെ വിവിധ കലാപരിപാടികൾ അവതരിപ്പിക്കുകയാണ്. ഇടവകാംഗങ്ങൾ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നോക്കൂ, കുട്ടികളും മുതിർന്നവരും എല്ലാം വലിയ സന്തോഷത്തിലാണ്. മാമ, അവരോടൊപ്പം വൈദികരും സിസ്റ്റേഴ്സും ഉണ്ടല്ലോ. അതെ മക്കളെ, ആ ഇരിക്കുന്നതാണ് ഇപ്പോൾ ഈ ഇടവകയിലെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കുറ്റിക്കാട്ട്. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള കൊവേന്തി ആശ്രമത്തിലെ ബഹുമാനപ്പെട്ട വൈദികനാണ്. ഹോളി സ്പിരിറ്റ് കോൺവെന്റിലെയും തെക്കേക്കര FCC കോൺവെന്റിലെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും ഇടവകാംഗങ്ങളോടൊപ്പം അവിടെ ഇരിപ്പുണ്ട്. മക്കളെ, സമയം വൈകുകയാണ്. പഴയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനാണ് മാമൻ മക്കളോടൊപ്പം ഇവിടെ ഇരുന്നത്. എല്ലാവരും വീടുകളിലെത്തി സന്ധ്യാപ്രാർത്ഥന ചൊല്ലൂ. ഇനി കാണുമ്പോൾ മാമൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. മക്കൾ എന്നും ഈ ദേവാലയത്തിലെത്തി വിശുദ്ധ അൽഫോൻസാമിയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും. എല്ലാവരും സൂക്ഷിച്ചു പോണേ. ശരി മാമ, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് ഒത്തിരി നന്ദി. ഞങ്ങൾ എന്നും ഈ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും.